ഹലോ ഫ്രണ്ട്സ്, ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടും സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പൊട്ടറ്റോയും ഒനിയനും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഒരു റെസിപ്പി പോലും മിസ് ഔട്ട് ആവാതിരിക്കാനായിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് നോക്കാം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഒനിയൻ എടുത്തിട്ടുണ്ട്, ഇടത്തരം വലുപ്പമുള്ള ഒരു ഒനിയൻ. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 2 പൊട്ടറ്റോ, ഇല്ലെങ്കിൽ ഇത്രയും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അത്രയും പൊട്ടറ്റോ. എനിക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അവൈലബിളായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് കോൺഫ്ലവർ വേണം. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര ഇടണമെന്ന്. ഒരു നുള്ള് ചാട്ട് മസാല, ഒരു നുള്ള് കുരുമുളക് പൊടി, ഇത്രയുമാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേറ്റർ വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോയും ഒനിയനും കൂടെ ഒന്ന് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. പൊട്ടറ്റോ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ചിലപ്പം കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ചെറുതായിട്ടാണ്, ഏറ്റവും ചെറുതായിട്ടാണ് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ പൊട്ടറ്റോസും അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ഒട്ടും കട്ടിയില്ലാതെ എടുക്കുന്നതായിരിക്കും നമ്മളിത് വേവിച്ച് വരുമ്പം ടേസ്റ്റി ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒനിയനും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും കേട്ടോ. എന്തായാലും ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് വേണ്ട പാകത്തിന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ്, മുളക് ഒക്കെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആദ്യം. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാമല്ലോ. ഉപ്പ്, പിന്നെ ചാട്ട് മസാല, കുരുമുളക് പൊടി. നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അധികം എരിവ് പറ്റാത്തത് കൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റിയാണ്. കുരുമുളക് പൊടിയും ചാട്ട് മസാലയും നിങ്ങൾക്ക് ഓപ്ഷണലാണ്. മാറ്റിയിട്ട് ഗരം മസാല വേണമെങ്കിലും ഇച്ചിരി മുളക് പൊടി വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്ന, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പും ഒക്കെ ക്രമീകരിക്കാവുന്നതാണ്. ഒക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാൻ നോക്കി, എനിക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോയിൽ നിന്നും ഉള്ളിയിൽ നിന്നും എത്രത്തോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ച് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു സ്റ്റാർച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പൊട്ടറ്റോയുടെയും ഒനിയൻ്റെയും വെള്ളത്തിൻ്റെ അംശത്തിനനുസരിച്ച് നിങ്ങൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 1/4 കപ്പിൽ കൂടുതൽ വേണ്ടി വരില്ല. അത് നോക്കുക. മാക്സിമം 1/4 കപ്പാണ്. ഏറ്റവും മിനിമം നിങ്ങൾ ഇട്ട് മിക്സ് ചെയ്ത് നോക്കുക. എല്ലാം കോട്ടിങ്ങും ഒക്കെ കറക്റ്റായിട്ട് വരണം നമുക്ക്. ആ രീതിയിലേക്ക് നമ്മളിത് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടു. അഗൈൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നോക്കൂ, നന്നായിട്ടൊരു കട്ടി കുറുക്ക് പാകത്തിന് വന്നിട്ടുണ്ട്. എല്ലാ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്ക് ഇളക്കി മാറ്റി വെക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം എനിക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട പരുവത്തിന് ഈ മിക്സ് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്ന സാധാരണ നമ്മുടെ ദോശച്ചട്ടിയിൽ അതേപോലത്തെ ചട്ടിയിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇതിലാണെങ്കിലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്ക് ആയിരിക്കും നല്ലത്. അടി പിടിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ബട്ടറും ഓയിലും എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ സീസൺ ചെയ്യുക. എന്നിട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒരു ദോശ പോലെയൊക്കെ
ഒരു ദോശ, പത്തിരി അതിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന്, ഒരുപാട് കട്ടിയിലല്ല, അല്ലാതെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കൂട്ട് 2 വലിയ അപ്പത്തിനുള്ള കൂട്ടാട്ടോ. അതായത് ഒരു വീട്ടിലേക്ക് 4 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്ന കൂട്ടാണിത്. ഇങ്ങനെ അരികൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് ചെതറി പോവാതിരിക്കാൻ, കാരണം ഗ്രേറ്റ് ചെയ്തതാണല്ലോ നമ്മളിത്, അരച്ചൊന്നും എടുത്തതല്ലല്ലോ. അങ്ങനെ റെഡിയാക്കി വയ്ക്കുക. ചെറു തീയിലിട്ടിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിൻ്റെ കളറൊക്കെ കരിഞ്ഞ് ഒരുമാതിരി ബ്ലാക്ക് കളറിലായിപ്പോവും. വേഗം കരിയുന്നതാണ് പൊട്ടറ്റോ ആണെങ്കിലും കോൺസ്റ്റാർച്ച് ആണെങ്കിലും ഒക്കെ. അപ്പോൾ വളരെ പതിയെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. അങ്ങനെ 2 സൈഡും ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമ്മളിത് മൊരിച്ചെടുക്കുക. അടി പിടിക്കാൻ സാധ്യതയില്ല. മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് ഇളകി വരും. ജസ്റ്റ് ഒന്ന് പാനൊന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നന്നായിട്ട് ഇളകി വരും. ആ ഒരു പരുവത്തിന് നമുക്കിത് തിരിച്ചിട്ടോ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പതുക്കെ പൊട്ടിപ്പോവാതെ വളരെ പതുക്കെ, ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പൊട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ച് വേവിച്ചെടുക്കാം. ആയിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. നോക്കൂ, ഈ ഒരു പരുവത്തിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കുക. എന്നാൽ പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ട് വരും ഇത്, കാരണം കോൺസ്റ്റാർച്ച് ആണല്ലോ, നല്ല ക്രിസ്പി ആയിരിക്കും. അകത്താണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണിത്, ഒട്ടും കട്ടിയ. ബാക്കി കൂട്ടും കൂടെ വേറൊരു പാനിൽ വെച്ചിട്ട് ഇതേപോലെ ഞാൻ മൊരിച്ചെടുക്കുവാണ്, വേവിച്ചെടുക്കുവാണ്. അത്യാവശ്യം വലുപ്പമുള്ള 2 അപ്പത്തിനുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അളവുകൾ. അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഏകദേശമായിട്ടുണ്ട്. നമുക്കിത് മറച്ചിട്ട് കൊടുത്ത് വേവിക്കാം. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് അല്ലെങ്കിൽ ഇത്തിരി കൂടെ മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അതേ രീതിയിൽ നമുക്ക് 2 അപ്പവും മൊരിച്ച് വേവിച്ച് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ 2 അപ്പവും തിരിച്ചും മറിച്ചുവിട്ടൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് സെർവിങ് പാത്രത്തിലേക്ക് ഇത് മാറ്റാൻ പോവാം കേട്ടോ. അങ്ങനെ 2ഉം കൂടി എടുത്ത് വെക്കട്ടെ. ഞാൻ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പിള്ളേർ നന്നായിട്ട് കഴിക്കുന്നതാണ്. കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും എല്ലാം പിള്ളേർ ഇത് കഴിച്ചോളൂ. പ്രത്യേകമായിട്ട് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, എന്നാൽ പുറം കോട്ടിങ് ഭയങ്കര ക്രിസ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടുത്ത നല്ലൊരു വിഭവം, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിഭവം ആയിട്ട് ഞാൻ വരും. ഭവനാസ് ഫുഡ് ടേബിൾ ഇത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വേറെ പല പല വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പായസത്തിൻ്റെയും പല പല റൈസിൻ്റെയും എല്ലാം. ആ വിഭവങ്ങളൊക്കെ എല്ലാവരും കാണുക, ഉണ്ടാക്കി നോക്കാം. അപ്പം അടുത്തൊരു നല്ല വിഭവമായിട്ട് ഭവനാസ് ഫുഡ് ടേബിളിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി.